ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഡ്യൂറന്റ് കപ്പിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നു. 1-3 ഗോളുകൾക്കായിരുന്നു മുഹമ്മദൻ എസ്സിയെ അവർ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ലിസ്റ്റൺ ഇരട്ട ഗോളുകൾ കണ്ടെത്തി. മറ്റൊരു ഗോൾ സുഹൈൽ ഭട്ടിൻ്റെ വകയായിരുന്നു. ഇങ്ങനെയാണ് 1-3 ഗോളുകൾക്ക് മോഹൻ ബഗാൻ വിജയിച്ച് കയറിയിട്ടുള്ളത്. ഏതായാലും ഇവിടെ എടുത്തു പ്രശംസിക്കേണ്ട ഒരു താരമുണ്ട്. അത് മറ്റാരുമല്ല, സുഹൈൽ ഭട്ടാണ്. ജമ്മു കാശ്മീർ താരമാണ്. സ്ട്രൈക്കർ പൊസിഷനിലാണ് ഇദ്ദേഹം കളിക്കുന്നത്. കേവലം 20 വയസ്സ് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഇതിനോടകം തന്നെ തൻ്റെ മികവ് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് മോഹൻ ബഗാന് വേണ്ടി ആകെ 47 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 21 ഗോളുകൾ നേടാൻ ഈ സ്ട്രൈക്കർക്ക് കഴിഞ്ഞിട്ടുണ്ട്. RFDL മത്സരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നാഷണൽ കോമ്പറ്റീഷനിൽ ആകെ മോഹൻ ബഗാന് വേണ്ടി 10 സ്റ്റാർട്ടുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് 6 ഗോളുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. യുവതാരമായ ഇദ്ദേഹം തൻ്റെ മികവ് തെളിയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രയേറെ മികച്ച രൂപത്തിലാണ് മോഹൻ ബഗാന് വേണ്ടി സുഹൈൽ ഭട്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇന്ത്യൻ ആരോസിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിരുന്നു. അവിടെ നിന്നാണ് മോഹൻ ബഗാനിലേക്ക് ഇദ്ദേഹം എത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ അണ്ടർ-17 ടീമിന് വേണ്ടിയും അണ്ടർ-23 ടീമിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. മാത്രമല്ല സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്താനും സുഹൈൽ ഭട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മികച്ച ഒരു സ്ട്രൈക്കറെ ഇപ്പോൾ ഇന്ത്യക്ക് ലഭിക്കുകയാണ്. അടുത്ത സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം സുനിൽ ഛത്രിയുടെ ആ ഒരു പൊസിഷനിലേക്ക് പിന്നീട് അതിനോട് നീതി പുലർത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള താരങ്ങളെ ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് മികച്ച സ്ട്രൈക്കർമാരുടെ അഭാവമാണ്. എന്നാൽ സുനിൽ ഛേത്രിയുടെ പൊസിഷനിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ഒരു താരമാണ് സുഹൈൽ ഭട്ട്. ഇതിനോടകം തന്നെ അദ്ദേഹം തൻ്റെ ആ ഒരു കപ്പാസിറ്റി തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.